നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ക്യാബിനറ്റ് ചാനലിന്റെ ക്രിസ്മസ് ആശംസകൾ. ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിക്കായി ലോകം ഒരുങ്ങി. ക്രിസ്മസ് ആഘോഷത്തിൽ നാടും നഗരവും. പാതിരാ കുർബാനയ്ക്ക് തയ്യാറായി ദേവാലയങ്ങൾ. ജില്ലയിലെ ഏറ്റവും വലിയ രാസലഹരിവേട്ട പൂഞ്ഞാർ പനച്ചികപ്പാറയിൽ 100 ഗ്രാം MDMA പിടിച്ചെടുത്തു. 3 യുവാക്കൾ പിടിയിൽ. കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ പക്ഷിപ്പനി. 11 മേഖലകളിൽ സ്ഥിരീകരണം. പരിശോധന നടത്താൻ മൃഗസംരക്ഷണ വകുപ്പ് തയ്യാറാകാത്തതിൽ കർഷകർ പ്രതിഷേധത്തിൽ. പാല ഐങ്കൊമ്പിൽ വീണ്ടും വാഹനാപകടം. ശബരിമല തീർത്ഥാടകരുടെ കാറും ടിപ്പറും കൂട്ടിയിടിച്ചു. 5 പേർക്ക് പരിക്ക്. വാർത്തകൾ വിശദമായി. ലോകനാഥനായ ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി ആഘോഷങ്ങൾക്ക് ഇനി മണിക്കൂറുകൾ മാത്രം. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശവുമായി എത്തുന്ന ക്രിസ്മസിനെ വരവേൽക്കാൻ സന്തോഷത്തോടെ കാത്തിരിക്കുകയാണ് ലോകമെങ്ങും. എളിയവനിൽ എളിയവനായി പുൽക്കോട്ടിൽ പിറന്ന ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി ആഘോഷിക്കാനായി ലോകം ഒരുങ്ങി. ഡിസംബർ 25-ന് ആഘോഷിക്കുന്ന ഈ ഉത്സവത്തിന് മതപരമായ പ്രാധാന്യം മാത്രമല്ല, സാംസ്കാരികവും സാമൂഹികവുമായ പ്രാധാന്യമുണ്ട്. ഈ ദിവസം സ്നേഹം, സഹോദര്യം, അടുപ്പം എന്നിവയെ പ്രകൃതപ്പെടുത്തുന്ന, എല്ലാവരുടെയും ഹൃദയത്തിൽ ഒരു പ്രത്യേക സ്ഥാനം വഹിക്കുന്ന ദിവസം എന്ന് തന്നെ പറയാം. വിനയത്തിന്റെയും ലളിത ജീവിതത്തിന്റെയും വലിയ പാഠമാണ് ആ കാലത്തൊഴുത്ത് ലോകത്തിന് പകർന്നു നൽകിയത്. ക്രിസ്മസ് കാലത്തെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്നാണ് വീടുകളിൽ തൂക്കുന്ന നക്ഷത്രങ്ങളും പുൽക്കൂടുകളും. ഡിസംബർ ആദ്യ വാരത്തിൽ തന്നെ വീടുകളിലും സ്ഥാപനങ്ങളിലും നക്ഷത്ര വെളിച്ചമെത്തി. ഇപ്പോൾ മറ്റലങ്കാരങ്ങൾ, പുൽക്കൂട്, ക്രിസ്മസ് ട്രീ എന്നിവ ഒരുക്കുന്ന തിരക്കിലാണ്. കലോത്സംഗങ്ങൾ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും സജീവമായി. ദേവാലയങ്ങളിൽ യേശുദേവന്റെ ജനനത്തെ അനുസ്മരിക്കുന്ന പ്രത്യേക പാതിരാ കുർബാനയും തിരുക്കർമ്മങ്ങളും ഇന്ന് രാത്രി 12-നുണ്ടാവും. ഭയത്തിൽ കഴിയുന്ന സമൂഹത്തിന് ഭയപ്പാടിനെ വെല്ലുന്ന സ്നേഹത്തിന്റെ സന്ദേശമാണ് ക്രിസ്മസ് നൽകുന്നതെന്ന് പൊൻകുന്നം തിരുക്കുടുംബ ദേവാലയത്തിലെ വികാരി ഫാദർ തോമസ് പോത്താനിക്കുന്നൽ പറഞ്ഞു. ഇന്ന് ലോകം പലതരത്തിലുള്ള ഭയപ്പാടുകളുടെ നടുവിലൂടെ കടന്നു പോവുകയാണ്. സാമ്പത്തിക പരാധീനതകളുടെ നടുവിൽ കിടക്കുന്നവൻ മുന്നോട്ടുള്ള ജീവിതയാത്രയെക്കുറിച്ച് ഭയപ്പെടുന്നു. പലവിധ രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നതിനാൽ ആരോഗ്യത്തെക്കുറിച്ച്, ജീവനെക്കുറിച്ച് ഭയപ്പെടുന്നു. ഇന്നത്തെ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലം നമ്മെ ഭീതിപ്പെടുത്തുന്നു. ലോക സംസ്കാരം തന്നെയും ഒരു തരത്തിൽ പലതരത്തിലുള്ള മത്സരങ്ങളുടെ ഇടയിൽപ്പെട്ട് ഭയമുളവാക്കുന്നതാണ്. ഇങ്ങനെയുള്ള ഭയത്തിൽ കഴിയുന്ന സമൂഹത്തിന് പ്രത്യാശ നഷ്ടപ്പെട്ട് നിരാശയിലേക്ക് പോകുമ്പോൾ ഇതാ ക്രിസ്മസ് പ്രത്യാശയുടെ, ഭയപ്പാടിനെ വെല്ലുന്ന സ്നേഹത്തിൻ്റെ ആ സന്ദേശവുമായി എത്തുകയാണ്. സ്നേഹത്തിലൂടെ ഈ ഭയപ്പാടിനെ ജയിക്കാൻ കഴിയുന്ന ദിവ്യ സന്ദേശമാണ് ക്രിസ്മസ് നമുക്ക് നൽകുന്നത്. ക്രിസ്മസ് സ്നേഹത്തിൻ്റെ ആഘോഷമാണ്. ദൈവത്തിന് മനുഷ്യരോടുള്ള സ്നേഹം, മനുഷ്യന് മനുഷ്യനോടുള്ള സ്നേഹം, ഇതിൻ്റെ ആഘോഷമാണ് ക്രിസ്മസ്. ഏവർക്കും ഒരിക്കൽ കൂടി ഈ സ്നേഹത്തിൻ്റെ ചൈതന്യത്തിൽ ഭയപ്പാടിനെ ജയിച്ച് മുന്നേറുവാൻ 2026 പ്രത്യാശയോടെ പ്രവേശിക്കുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്കേവർക്കും ഒരിക്കൽ കൂടി പുതുവത്സര ആശംസകൾ. വ്യാപാര സ്ഥാപനങ്ങളിൽ പ്രത്യേക ക്രിസ്മസ് കോർണർ പ്രവർത്തനം ആരംഭിച്ചു. ബേക്കറികളിൽ കേക്കിന്റെ വിൽപ്പനയും സജീവമായി. ക്രിസ്മസ് അപ്പൂപ്പന്റെ വേഷവിധാനങ്ങളുടെ വിൽപ്പനയും സജീവമാണ്. ഉണ്ണിമിശിഹായുടെ പെരുവിൽ തിരുനാളിന്റെ ആഘോഷത്തിരക്കിലാണ് നാടും നഗരവും. ഏവർക്കും ക്യാബിനറ്റ് ചാനലിന്റെ ക്രിസ്മസ് ആശംസകൾ. ക്രിസ്തുമസ് കളറാക്കാൻ പടക്ക വിപണി സജീവമായി. 20 രൂപ മുതലുള്ള പടക്കങ്ങൾ വിപണിയിലുണ്ട്. കൂടാതെ കമ്പിത്തിരി, ലാത്തിരി എന്നിവയ്ക്കും ആവശ്യക്കാർ ഏറി. പടക്കമില്ലാതെ എന്ത് ക്രിസ്തുമസ് ആഘോഷം? ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി ആഘോഷങ്ങളിൽ പടക്കങ്ങൾക്ക് വലിയൊരു പ്രാധാന്യം തന്നെയുണ്ട്. ക്രിസ്തുമസിന്റെ തലേദിവസമായ ഇന്ന് രാവിലെ മുതൽ പടക്ക കച്ചവടം പൊടിപൊടിച്ചു. 20 രൂപ മുതലുള്ള ഏറുപടക്കം, 40 രൂപയുള്ള ഗുണ്ട്, 60 രൂപയുടെ അമിട്ട് എന്നിവയ്ക്കും ആവശ്യക്കാരേറെ. കൂടാതെ കൊടച്ചക്രം, ലാത്തിരി, പൂത്തിരി, കമ്പിത്തിരി ഇവയ്ക്കെല്ലാം നല്ല വിൽപ്പനയാണ്. ഹെലികോപ്റ്റർ പടക്കത്തിനും പാലക്കാടൻ ചൂരൽ റോക്കറ്റിനും നല്ല ഡിമാൻഡാണെന്ന് കച്ചവടക്കാർ പറയുന്നു. ഡബിൾ സൈഡ് ഇരുന്ന കൊടച്ചക്രമുണ്ട്, പിന്നെ കമ്പിത്തിരിയുണ്ട്, ലാത്തിരിയുണ്ട്, പിന്നെ കുടച്ചക്രത്തിൻ്റെ പല ഐറ്റങ്ങൾ, പല വെറൈറ്റി ഐറ്റങ്ങളുണ്ട്. ലാത്തിരിയുടെ പല വെറൈറ്റി ഐറ്റങ്ങൾ, കമ്പിത്തിരിയുടെ വെറൈറ്റി ഐറ്റങ്ങൾ, പിന്നെ പോയിട്ട് ഓലപ്പടക്കമുണ്ട്, അതുപോലെ ഗുണ്ടുണ്ട്, നല്ല പിടിയുള്ള ഗുണ്ടുണ്ട്. പിന്നെ ഹെലികോപ്റ്റർ എന്ന് പറയുന്ന പുതിയ മോഡൽ പടക്കമാണ്. മണ്ട ഇപ്പോൾ ഇങ്ങനെ കറങ്ങിപ്പൊട്ടുന്ന ഹെലികോപ്റ്റർ ഉള്ള സാധനമുണ്ട്. പിന്നെ നമ്മുടെ ഏറുപടക്കമുണ്ട്, ഇത് ഗുണ്ടുണ്ട്. പിന്നെ നമ്മുടെ ചൈനീസ് പോലെ ഗിരി പൊട്ടുന്ന സൈസ്, കടുക് പോലെ പൊട്ടുന്ന നല്ല സൈസ് പടക്കമുണ്ട്. ഇങ്ങനെ ഒരുപാട് ഐറ്റങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രത്യേക ഇതൊരു പാലക്കാടൻ സാധനമാണ്. പാലക്കാട് ചൂരൽ എന്ന് പറയും, ചൂരൽ റോക്കറ്റ്. ഇത് നല്ലൊരു ഐറ്റമാണ്. ഇങ്ങനെ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പിന്നെ ഓരോ ഇതുണ്ട്, നമ്മുടെ
വെറൈറ്റി ആയിട്ടുള്ള ഇങ്ങനെയുള്ള ഷോർട്ട് പോലുള്ള സാധനങ്ങളുണ്ട്. ഇങ്ങനെ ഒത്തിരി ഐറ്റങ്ങളെല്ലാം മിതമായ വിലയ്ക്ക് നമ്മൾ വിറ്റഴിക്കുകയാണ്. 550 രൂപയുടെ കളർ ഷോട്ട്സിനും ആവശ്യക്കാരേറെ. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പാലാ നഗരത്തെ ആവേശത്തിലാഴ്ത്തി ക്രിസ്മസ് കരോൾ. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിങ്ങാണ് കരോൾ നടത്തിയത്. പാല നഗരത്തെ ആവേശത്തിലാഴ്ത്തി KVVES യൂത്ത് വിംഗ് ക്രിസ്മസ് കരോൾ. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് പാല യൂണിറ്റ് സംഘടിപ്പിക്കുന്ന ക്രിസ്മസ് കരോളിന്റെ 3ാം പതിപ്പാണ് കൊട്ടാരമറ്റത്തു നിന്നും ആരംഭിച്ച് പാല ലാലം പാല ജംഗ്ഷനിൽ സമാപിച്ചത്. ജോസ് കെ മാണി MP ഫ്ലാഗ് ഓഫ് ചെയ്തു. മാണി കാപ്പൻ MLA ആശംസകൾ അറിയിച്ചു. കത്തീഡ്രൽ പള്ളി വികാരി ഫാദർ ജോസ് കാക്കലിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. വിപുലമായ ദൃശ്യവിസ്മയങ്ങളും വാദ്യമേളങ്ങളും ആഘോഷത്തിന് മാറ്റുകൂട്ടി. ഭാരവാഹികളായ പക്കച്ചൻ മറ്റത്തിൽ, BC ജോസഫ്, യൂത്ത് വിംഗ് ഭാരവാഹികളായ ജോൺ മൈക്കിൾ, എബിസൺ ജോസ്, ജോസിൻ വന്ദന എന്നിവർ കരോളിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാല. കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ രാസലഹരി വേട്ട പൂഞ്ഞാർ പനച്ചികപ്പാറയിൽ. 100 ഗ്രാമോളം MDMA ആണ് പിടിച്ചെടുത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് 3 യുവാക്കൾ പിടിയിലായി. ഈരേറ്റുപെട്ട പനച്ചക്കപ്പാറയിൽ വൻ MDMA വേട്ട. പിടിച്ചെടുത്തത് 99.073 ഗ്രാം MDMA. കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ രാസലഹരി വേട്ടയാണിത്. പിടിയിലായത് 3 പേരാണ്. പനച്ചക്കപ്പാറ മണ്ഡപത്തിപ്പാറ സ്വദേശി തെക്കേടത്ത് വിമൽ രാജ്, ഈരേറ്റുപെട്ട നടക്കൽ മണിമേൽക്കുന്നേൽ ജീമോനിയം, തീക്കോയി, മാവടി, മണ്ണാറകത്ത് എബിൻ റജി എന്നിവരാണ് പിടിയിലായത്. ബാംഗ്ലൂരിൽ നിന്നും കടത്തിക്കൊണ്ടുവന്നതാണ്. ഡാൻഡഫ് സംഘമാണ് ഇവരെ പിടികൂടിയത്. വിമലിനെ നേരത്തെയും MDMA കൈവശം വെച്ചതിന് പിടികൂടിയിട്ടുണ്ട്. വിമലിന്റെ അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച നിലയിലാണ് MDMA കണ്ടെത്തിയത്. ബാംഗ്ലൂരിൽ നിന്നും കാർ മാർഗം എത്തിച്ച ലഹരി വിൽക്കുവാനായിരുന്നു തീരുമാനം. എന്നാൽ ദിവസങ്ങളായി ഡാൻഡഫ് സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്ന ഇവർ ഇന്ന് രാവിലെ 8 മണിയോടെ പിടിയിലാവുകയായിരുന്നു. പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി. കോട്ടയം SP ഷാഖുൽ ഹമീദ്, നാർക്കോട്ടിക് സെൽ DYSP MJ തോമസ് എന്നിവരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, പാല. കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. കോഴി, താറാവ്, കാട എന്നീ വളർത്തുപക്ഷികളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. കോട്ടയം, ആലപ്പുഴ ജില്ലകളിലായി 11 സ്ഥലങ്ങളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. കോഴി, താറാവ്, കാട എന്നിവയ്ക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ആലപ്പുഴ നെടുമുടി പഞ്ചായത്ത് 5ാം വാർഡിൽ കോഴികൾക്കും ചെറുതന 1ാം വാർഡ്, കരുവാറ്റ 16ാം വാർഡ്, കാർത്തികപ്പള്ളി 4ാം വാർഡ്, അമ്പലപ്പുഴ തെക്ക് 8ാം വാർഡ്, പുന്നപ്പുറ തെക്ക് 5ാം വാർഡ്, തകഴി 10ാം വാർഡ്, പുറക്കാട് 6ാം വാർഡ് എന്നിവിടങ്ങളിൽ താറാവുകളിലും രോഗം കണ്ടെത്തി. കോട്ടയം കുറുപ്പുംതറയിൽ കാടകൾക്കും കല്ലുപുരയ്ക്കൽ, വേളൂർ എന്നിവിടങ്ങളിൽ കോഴികൾക്കും പക്ഷിപ്പനി കണ്ടെത്തിയിട്ടുണ്ട്. ദേശാടന പക്ഷികളുടെ വരവാണ് രോഗവ്യാപനത്തിന് കാരണമെന്നാണ് വിലയിരുത്തൽ. 10 കിലോമീറ്റർ ചുറ്റളവിൽ പുതിയ പക്ഷികളെ കൊണ്ടുവരുന്നതിനും പക്ഷികളെ പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനും ജില്ലാ ഭരണകൂടം നിയന്ത്രണം ഏർപ്പെടുത്തി. അതേസമയം അപ്പർ കുട്ടനാട്ടിൽ വെള്ളത്തിന്റെ ശുദ്ധിയില്ലായ്മയാണ് വളർത്തുപക്ഷികളിൽ മാത്രം പക്ഷിപ്പനി കണ്ടുവരാൻ കാരണമെന്ന് കർഷക കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി എബി ഐപ്പ് പറഞ്ഞു. എല്ലാ വർഷവും തുടർച്ചയായി രോഗം പടർന്നിട്ടും പരിശോധന നടത്താൻ മൃഗസംരക്ഷണ വകുപ്പ് തയ്യാറാകാത്തത് പ്രതിഷേധാർഹമാണെന്നും എബി ഐപ്പ് പറഞ്ഞു. ഈ അപ്പർ കുട്ടനാട്ടിൽ തുടർച്ചയായി പക്ഷിപ്പനി ഉണ്ടാകുന്നതിനുള്ള പ്രധാന കാരണം വെള്ളത്തിന്റെ ശുദ്ധമില്ലായ്മയാണ്. എന്നാൽ ഈ അപ്പർ കുട്ടനാട്ടിൽ താറാവ് ഉള്ളതുപോലെ തന്നെ കൊക്കുകളും കാക്കകളും ഒക്കെ ഉണ്ട്. അത്തരം പക്ഷികളിലൊന്നും ഇത്തരത്തിലുള്ള രോഗം കാണപ്പെടാതെ കർഷകർ വളർത്തുന്ന താറാവുകളിൽ മാത്രം ഇത്തരത്തിലുള്ള താറാവുകളിലും കോഴികളിലും കാടകളിലും ഒക്കെ മാത്രം ഇത്തരത്തിലുള്ള രോഗങ്ങൾ കണ്ടുവരുന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു പഠനം നടത്തുന്നതിന് മൃഗസംരക്ഷണ വകുപ്പ് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല. രോഗലക്ഷണം കണ്ടാൽ ആ പ്രദേശത്തെ പക്ഷികളെ മുഴുവൻ കൊന്നൊടുക്കുന്നതിന് കാണിക്കുന്ന ആത്മാർത്ഥതയുടെ 4-1 തുടർച്ചയായി ഈ രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള കർഷകർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുവാനുള്ള ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. ഈ പറയുന്ന അപ്പർ കുട്ടനാട്ടിലെ വെള്ളത്തിന്റെ ഗുണനിലവാരമില്ലായ്മ ഈ തുടർച്ചയായി ഈ രോഗം വരുന്നതിനുള്ള വലിയൊരു കാരണമാകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാല അയങ്കൊമ്പിൽ ശബരിമല തീർത്ഥാടകരുടെ വാഹനവും ടിപ്പറും കൂട്ടിയിടിച്ച് അപകടം. കർണാടക സ്വദേശികളായ 7 വയസ്സുകാരി ഉൾപ്പെടെ 5 പേർ പരിക്കേറ്റ് ചികിത്സയിലാണ്. മൂവാറ്റുപുഴ പനലൂർ സംസ്ഥാന പാതയിൽ പാല തൊടുപുഴ റോഡിൽ അയങ്കൊമ്പിൽ വീണ്ടും വാഹനാപകടം. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച കാറും ടിപ്പറും കൂട്ടിയിടിച്ച് പരിക്കേറ്റ കർണാടക സ്വദേശികളായ 7 വയസ്സുകാരി ഉൾപ്പെടെ 5 പേരെ മാർസ്ലിവ മെഡിസിറ്റിൽ പ്രവേശിപ്പിച്ചു. സുനിൽകുമാർ, എലീഷ, വെങ്കടേഷ്, നാരായണസ്വാമി, ഹർഷിത എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്ന് രാവിലെ 6:15 അപകടം. നിർത്തിയിട്ടിരുന്ന ലോറിയുടെ പിന്നിൽ കാർ ഇടിക്കുകയായിരുന്നു. ഈ മാസം ഉണ്ടാകുന്ന 4ാമത്തെ അപകടമാണിത്. ന്യൂസ് ബ്യൂറോ, പാല. കോട്ടയത്ത് KSRTC ബസ്സിൽ നിന്നും തീയും പുകയും ഉയർന്നു. ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടൽ അപകടം ഒഴിവാക്കി.
കോട്ടയത്ത് KSRTC ബസ്സിൽ നിന്നും തീയും പുകയും. കോട്ടയം KSRTC സ്റ്റാൻഡിൽ നിർത്തിയിട്ട ബസ് ഡ്രൈവർ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ബസിന്റെ മുൻഭാഗത്തു നിന്നും പുക വരുന്നത് കണ്ടത്. ഉടൻ തന്നെ എഞ്ചിൻ ഓഫ് ചെയ്ത് കൂടുതൽ പരിശോധിച്ചപ്പോൾ മുൻവശത്താണ് തീ കത്തുന്നതെന്ന് കണ്ടു. ബസ്സിലുണ്ടായിരുന്ന ഫയർ എക്സ്റ്റിങ്ക്യൂഷൻ എടുത്ത് തീയണച്ചു. ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടലാണ് അപകടം ഒഴിവാക്കിയത്. തുടർന്ന് മെക്കാനിക്ക് നടത്തിയ പരിശോധനയിൽ സ്റ്റാർട്ടിംഗ് സെക്ഷനിലെ വയർ ഷോർട്ടായതാണ് തീ കത്തുന്നതിന് കാരണമായതായി കണ്ടെത്തി. സ്റ്റേഷൻ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. തകരാർ പരിഹരിച്ച ശേഷം ഡിപ്പോയിലെ വർക്ക്ഷോപ്പിലേക്ക് ബസ് മാറ്റി. യാത്രക്കാർ ആരും തന്നെ ബസ്സിലില്ലാതിരുന്നതും ആശ്വാസമായി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ശിവഗിരി തീർത്ഥാടനത്തിന് തുടക്കമായി. നാഗമ്പടം ശ്രീ മഹാദേവർ ക്ഷേത്രത്തിൽ നിന്നും നിരവധി പേർ തീർത്ഥാടനത്തിനായി പുറപ്പെട്ടു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിക്കായി ലോകം ഒരുങ്ങി. ക്രിസ്മസ് ആഘോഷത്തിൽ നാടും നഗരവും. പാതിരാ കുർബാനയ്ക്ക് തയ്യാറായി ദേവാലയങ്ങൾ. ജില്ലയിലെ ഏറ്റവും വലിയ രാസലഹരിവേട്ട പൂഞ്ഞാർ പനച്ചികപ്പാറയിൽ 100 ഗ്രാം MDMA പിടിച്ചെടുത്തു. 3 യുവാക്കൾ പിടിയിൽ. കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ പക്ഷിപ്പനി. 11 മേഖലകളിൽ സ്ഥിരീകരണം. പരിശോധന നടത്താൻ മൃഗസംരക്ഷണ വകുപ്പ് തയ്യാറാകാത്തതിൽ കർഷകർ പ്രതിഷേധത്തിൽ. പാല ഐൻകൊമ്പിൽ വീണ്ടും വാഹനാപകടം. ശബരിമല തീർത്ഥാടകരുടെ കാറും ടിപ്പറും കൂട്ടിയിടിച്ചു. 5 പേർക്ക് പരിക്ക്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.